നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. മാണിയെ കൊടുക്കാൻ ജോർജിന്റെ പുതുമൊഴി. ബാർക്കോഴ കേസിൽ KM മാണിക്കെതിരെ നിർണായക തെളിവുകൾ കൈമാറുമെന്ന് PC ജോർജ്. മാണിയുടെ ടൂർ ഡയറി അടക്കമുള്ള വിവരങ്ങൾ തെളിവായി ഹാജരാക്കുമെന്നും ജോർജിന്റെ ഭീഷണി. ജോർജ് വിജിലൻസിൽ മൊഴി നൽകുന്നത് ഉച്ചയ്ക്ക് 2 മണിക്ക്. ആരോപണങ്ങൾ സംബന്ധിച്ച് നേരത്തെ വിജിലൻസ് ഡയറക്ടർക്കു നൽകിയ കത്തിൽ ജോർജ് വിശദീകരണം നൽകും. തിരുവനന്തപുരത്ത് ജോർജിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് SP സുകേശ്. മന്ത്രി K ബാബുവിനെതിരായ ആരോപണം അട്ടിമറിക്കാൻ ശ്രമമെന്ന ആരോപണവുമായി വീണ്ടും ബിജു രമേശ്. ബിജുവിന്റെ ഡ്രൈവർ അമ്പിളിയുടെ നുണപരിശോധന തിങ്കളാഴ്ചയെന്ന് സൂചന. മന്ത്രി മാണിക്കെതിരായ അന്വേഷണം നീളുന്നതിൽ നീരസവുമായി കേരള കോൺഗ്രസ്. അന്വേഷണം 1 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് വിജിലൻസ്. തീരാത്ത മൊഴികളിൽ കുരുങ്ങി കോഴക്കേസിന്റെ വഴികൾ. മെട്രോ കഥയിലെ കിതപ്പും കുതിപ്പും. കൊച്ചി മെട്രോ നിർമ്മാണം ഇഴയുന്നുവെന്ന KMRL വാദം തള്ളി DMRC. നിർമ്മാണം പാതി വഴിയിലെന്ന KMRLന്റെ ആരോപണം അംഗീകരിക്കാനാകില്ല. കൊച്ചി മെട്രോ നിർമ്മാണം നടക്കുന്നത് ഇന്ത്യയിലെ മറ്റു മെട്രോകളെക്കാൾ വേഗതയിൽ. കൃത്യസമയത്ത് സ്ഥലമേറ്റെടുത്താൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിലും വേഗത്തിലാക്കാമെന്നും വിശദീകരണം. പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കൊച്ചിയിലേത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 18 കിലോമീറ്റർ പൂർത്തിയാകുന്ന ഇന്ത്യയിലെ ആദ്യ മെട്രോ എന്നും DMRC. പ്രതിഷേധവും നിഷേധവും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് മത്സരം നടന്നെന്ന വാർത്ത നിഷേധിച്ച് കോടിയേരി ബാലകൃഷ്ണൻ. സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിൽ മത്സരം നടന്നിട്ടില്ല, മറിച്ചുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും കോടിയേരി. പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശമെതിർത്ത 8 VS പക്ഷക്കാർക്കെതിരെ നടപടി വേണ്ടെന്ന് തീരുമാനം. സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിൽ ഔദ്യോഗിക പാനലിനെതിരെ വോട്ടു രേഖപ്പെടുത്തിയത് കടുത്ത അച്ചടക്ക ലംഘനമെന്ന് പാർട്ടി വിലയിരുത്തൽ. സംസ്ഥാന സമിതിയിൽ VS അനുകൂലികൾ നടത്തിയത് പാർട്ടിയിൽ വിഭാഗീയത നിലനിൽക്കുന്നുവെന്ന് സ്ഥാപിക്കാൻ. നേതൃത്വത്തെ കരുതേച്ചു കാണിക്കാൻ ഇത്തരക്കാർ ശ്രമിക്കുന്നുവെന്നും പൊതുവികാരം. അച്ചടക്ക ലംഘനം നടത്തിയവർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന ഒരു വിഭാഗത്തിന്റെ ആവശ്യം തള്ളിയത് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഇടപെടലിൽ. കടലിൽ വീണ്ടും കാറും കോളും. ട്രോളിംഗിൽ കേരളത്തിന് വീണ്ടും തിരിച്ചടി. മീൻപിടുത്ത നിരോധനം 47 ദിവസമായി നിലനിർത്തണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം തള്ളി കേന്ദ്ര സർക്കാർ. നിരോധന കാലാവധി നിശ്ചയിക്കാനുള്ള സംസ്ഥാന സർക്കാരുകളുടെ പരിധി 12 നോട്ടിക്കൽ മൈൽ വരെ മാത്രം. അത് കഴിഞ്ഞുള്ള സമുദ്രമേഖലയിൽ 61 ദിവസത്തെ നിരോധനം നിർബന്ധമെന്നും കേന്ദ്രം. വിവിധ സംസ്ഥാനങ്ങളിൽ ട്രോളിംഗ് നിരോധനം പല രീതിയിലെന്നിരിക്കെ പ്രത്യേക സംസ്ഥാനങ്ങൾക്ക് ഇളവനുവദിച്ചാൽ വ്യാപക തർക്കങ്ങൾക്ക് കാരണമാകുമെന്ന് സർക്കാർ വിശദീകരണം. മത്സ്യബന്ധന മേഖലയിൽ വിദേശ ട്രോളറുകൾക്ക് അനുമതി നൽകാമെന്ന മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ തള്ളി കേന്ദ്ര കൃഷി മന്ത്രാലയം. അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന വിദേശ കപ്പലുകൾക്കെതിരെ കർശന നടപടിയെന്നും കേന്ദ്രം. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.